ഫ്രണ്ട്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പേന ഉണ്ടായത്, പേനേൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഈ പേന ഉണ്ടായതെന്നും. നമ്മളെല്ലാവരും പേന ഉപയോഗിക്കുന്നവരാണ് നിത്യേന. പക്ഷേ പേന ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ പേനേൻ്റെ ചരിത്രം അറിയില്ല അപ്പം ഈ ഒരു പേനയെക്കുറിച്ച് ചുരുക്കി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് പേന കണ്ടുപിടിച്ചത് 3000 BC ഈജിപ്ഷ്യൻസ് ആണ് കണ്ടുപിടിച്ചത്. ഈജിപ്ഷ്യൻസ് എന്തിനാണ് കണ്ടുപിടിച്ചത്? ഈ പാപ്രസ് സ്ക്രോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാപ്രസ് സ്ക്രോൾ ഉണ്ടാക്കുന്നത് പാപ്രസ് പ്ലാന്റിൽ നിന്നാണ്. നമ്മളിപ്പോൾ സാധാ ഇവിടുത്തെ ഇപ്പോൾ A4 സൈസ് പേപ്പർ, സാധാ പേപ്പറില്ലേ, അതേപോലെ അവർ ഒരു പേപ്പർ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് പാപ്രസ് സ്ക്രോൾ എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് ഇവർ എഴുതി വയ്ക്കുന്നതെല്ലാം. ഈ പാപ്രസ് സ്ക്രോൾ എന്ന് പറഞ്ഞത് പാപ്രസ് പ്ലാന്റ്, അങ്ങനത്തെ ഒരു ചെടിയിൽ നിന്നാണ് ഇവർ ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധാ ഒരു ബാമ്പു സ്ട്രോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വുഡൻ പീസോ നിബിൻ്റെ ഭാഗം ഒന്ന് ഷാർപ്പ് ചെയ്ത് കാർവ് ചെയ്തിട്ട് ആണ് ഇത് എഴുതുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് മാത്രമല്ല റീഡ് സ്റ്റെം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെമ്മുണ്ട്. സ്റ്റെമ്മെന്ന് പറയാൻ പറ്റൂല, അതൊരു പുല്ലാണ്, വലിയ നീളമുള്ള ഒരു പുല്ലാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇവരിത് എഴുതുന്നത്. അതിൻ്റെ അകത്ത് ഇങ്കായിട്ട് യൂസ് ചെയ്യുന്നത് പണ്ട് കളിമണ്ണാണ്. കളിമണ്ണെന്ന് വെച്ചാൽ സാധാ ക്ലേ, നമ്മളിപ്പോൾ പോട്ടൊക്കെ ഉണ്ടാക്കില്ല, അതേപോലത്തെ ഒരു ക്ലേ പോലത്തെ ഒരു സാധനം. അത് മാത്രമല്ല ചാമ്പൽ പോലത്തേക്ക് എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് ഇവർ പണ്ട് കാലങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ പേന എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് പെൻ എന്ന് പറയുന്നത് ടർക്കി കോഴീൻ്റെയൊക്കെ ഫെദർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പേനയാണ്. അതാകുമ്പോൾ മറ്റേ തടിയിലൊക്കെ അല്ലേ, ഇതിപ്പം വെയിറ്റ് കുറവും അത് മാത്രമല്ല എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. വെയിറ്റ് കുറവായതുകൊണ്ട് പല രീതിയിലും പല ഷേപ്പിനും പല ഹാൻഡ് റൈറ്റിങ്ങിൽ ലെറ്റേഴ്സ് വ്യത്യാസവും പല വേരിയേഷനിലും നമുക്കിത് എഴുതാൻ കഴിയും. ഈ ടർക്കി കോഴീൻ്റെയും ഈ വലിയ വലിയ പക്ഷികളുടെയൊക്കെ ഫെദർ ഉപയോഗിച്ച് ഇത് നമുക്ക് എഴുതാൻ കഴിയും. അതായിരുന്നു രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് പേന. അത് 7th സെഞ്ച്വറി മുതൽ 19th സെഞ്ച്വറി വരെയാണ് ഇത് ഉപയോഗിച്ചത്. കാരണം ആ സമയത്ത് ഇത് ഭയങ്കര ഒരു ഫേമസ് ആവുകയും 7th സെഞ്ച്വറി മുതൽ 19th സെഞ്ച്വറി വരെ ഈ ഒരു ടൈപ്പാണ് അവർ യൂസ് ചെയ്തത്. ഇതായിരുന്നു സെക്കൻഡ് ടൈപ്പ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു പേന. 19ാം നൂറ്റാണ്ടിന് ശേഷം 19th സെഞ്ച്വറിക്ക് ശേഷം വീണ്ടും ഒരു മാറ്റം വന്നു പേനയ്ക്ക്. ജോൺ മൈക്കിൾ എന്ന് പറഞ്ഞൊരാൾ മിഷ്യൻ മെയ്ഡായിട്ടുള്ള സ്റ്റീൽ പോയിൻ്റ് പെൻ കണ്ടുപിടിച്ച്. ഇതിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തുവാ? ആദ്യം ഈ സെയിം ഫെദറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ കുയിൽ പെന്നി യൂസ് ചെയ്യുന്നത് പോലെ ഡിപ്പ് ചെയ്യുക എഴുതുക അങ്ങനെ. പക്ഷേ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. അതും പിന്നെ അത് മാത്രമല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. ഇത്തിരിയും കൂടെ ലോങ് ലാസ്റ്റിങ്ങും ചെയ്യും, എക്സ്പെൻസും കുറവായിരുന്നു ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ മൂന്നാമതായി. ആദ്യം എന്തുമായിരുന്നു? ആദ്യം തടി വെച്ച് എഴുതുകയായിരുന്നു, പിന്നെ ഫെദർ വെച്ച് എഴുതുമായിരുന്നു. ഇപ്പം മിഷ്യൻ മെയ്ഡായിട്ടുള്ള സ്റ്റീൽ പോയിൻ്റ് പെന്ന് വെച്ച് എഴുതുന്നു. പക്ഷേ ഏത് മെക്കാനിസം ആയിരുന്നു? ഈ കുയിൽ ആദ്യത്തെ ഇതിൻ്റെ ജനറേഷൻ്റെ തൊട്ട് മുമ്പേലുള്ള ജനറേഷൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിരുന്നു ഇതും. പക്ഷേ ലോങ് ലാസ്റ്റിങ്ങും ലെസ് എക്സ്പെൻസീവും ആയിരുന്നു ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആരെ കണ്ടുപിടിച്ചത്? ജോൺ മൈക്കിൾ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. 3rd ജനറേഷൻ ഓഫ് ഇത് കണ്ടുപിടിച്ച ചെറിയൊരു മാറ്റത്തിൽ. പെട്രിക് പൊനേറോ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, റൊമേനിയൻ ഇൻവെൻറ്റർ ആയിരുന്നു, 4ാമത്തെ ടൈപ്പ് ഓഫ് പേന കണ്ടുപിടിച്ചത്. ഇയാൾ കണ്ടുപിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ കാലഘട്ടത്തിൽ 3rd ജനറേഷൻ പേന എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇങ്കിൽ ഡിപ്പ് ചെയ്താലേ അത് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പം 4th ജനറേഷനിൽ വരുമ്പോൾ ഇയാൾ അപ്പോൾ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്ക് ഇപ്പം അതിൻ്റെ അകത്തൊരു റീഫില്ലർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ക് ഇറങ്ങി വരുന്ന രീതിയിൽ ചെയ്തുകൂടാ. അങ്ങനെ അയാൾ അങ്ങനെ ഒരു ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചു. ആ ഫൗണ്ടൻ പേനയ്ക്ക് പേറ്റൻറ്റും കിട്ടി. 1827 ആ ഫൗണ്ടൻ പേനയ്ക്ക് പേറ്റൻറ്റും കിട്ടി. അത് ഏകദേശം 20th സെഞ്ച്വറി വരെ ഈ സെയിം ടൈപ്പ് പേന തന്നെ യൂസ് ആയത്. പക്ഷേ ഈ സെയിം ടൈപ്പ് പേന എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ടൈം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വെരിഫിക്കേഷനൊക്കെ വരുത്തി, മോഡലിന് വെരിഫിക്കേഷനൊക്കെ വരുത്തി ഈ സെയിം ഒരു ടൈപ്പ് പേന തന്നെയാണ് 20th സെഞ്ച്വറി വരെ യൂസ് ചെയ്തത്. ഇതാണ് 4th ജനറേഷൻ ഓഫ് പെൻ. അടുത്ത ജനറേഷനിൽ വരുമ്പോൾ ജോൺ ജെ ലൂയിഡ് എന്ന് പറഞ്ഞ ആളാണ് ബോൾ പോയിൻ്റ് പേന കണ്ടുപിടിച്ചത്. നമ്മളെ ബോൾ പോയിൻ്റ് പേന കണ്ടുപിടിച്ചത് ജോൺ ജെ ലൂയിഡ്. കാരണം മറ്റേ പേനയ്ക്ക് എന്തുവായിരുന്നു? നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റൂലായിരുന്നു. അതിൻ്റെ എഴുതുമ്പോൾ അത് വരുന്ന ഇങ്കിൻ്റെ സ്പീഡൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇങ്ക് വേഗം പേപ്പറിൽ സ്പ്രെഡ് ആകുമായിരുന്നു. അങ്ങനെ ജോൺ ജെ ലൂയിഡ് അതിനൊരു പരിഹാരമായിട്ട് ഒരു ബോൾ പോയിൻ്റ് പേന കൊണ്ടുവന്നു മാർക്കറ്റിലോട്ട്. 1888 ഇതാണ് ഫസ്റ്റ് പേറ്റൻറ്റ് ഓഫ് ബോൾ പോയിൻ്റ് പേന ജോൺ ജെ ലൂയിഡിനാണ് കിട്ടിയത്.
രണ്ടാം മഹാലോകയുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ലാസലോ ബൈറോ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ബോൾ പോയിന്റ് പേന പുതുതായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരുന്നു. അയാൾ ആ ഒരു പേനേൻ്റെ നേരത്തെ ഇരുന്നതിൻ്റെ ആ പേനേൻ്റെ അറ്റത്തൊരു മെറ്റൽ ബോൾ വെക്കുകയും ആ മെറ്റൽ ബോൾ വെക്കുന്നത് ആ മെറ്റൽ ബോൾ ആ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഇങ്ക് ഇറങ്ങി വരികയും അത് ഉണങ്ങിപ്പിടിക്കാതെ ഇരിക്കും. മനസ്സിലാവുന്നുള്ളൂ. ആ ഉണങ്ങിപ്പിടിക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വേഗത്തിൽ എഴുതാനും കഴിയും, നമുക്ക് വേഗത്തിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റും. മനസ്സിലാവുന്നുള്ളൂ. ഇങ്ക് വേസ്റ്റ് ആവുന്നതുമില്ല. അയാളുടെ പേര് ലാസലോ ബൈറോ ആയിരുന്നു. ഇയാളായിരുന്നു അവസാനമായിട്ട് പേന കൊണ്ടുവന്നത്. ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസത്തിൻ്റെ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ നമുക്ക് ഈ എല്ലാത്തിലും കാണാൻ കഴിയും. ഇതാണ് അവസാനമായിട്ട് അയാളുടെ ഒരു മേജർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാസലോ ബൈറോ കണ്ടുപിടിച്ച ബോൾ പോയിന്റ് പേന അറ്റത്ത് നെറ്റിൽ ബോൾ വെക്കുന്നതായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത്രയും വലിയ ഗ്യാപ്പ് ഡിഫറൻസിൽ ഇത്രയും വലിയ ഒരു ഇൻവെൻഷൻസും ഇത്രയും വലിയ എഫേർട്ട് ഈ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പേനയ്ക്ക് പിന്നിലുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലത്തെ നല്ല ഉപകാരമുള്ള കണ്ടന്റുകൾ ഈ ചാനലിൽ ഒരുപാട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.